കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരിനാമകീർത്തനം ശ്ലോകം 59. ശക്തിക്കു തക്ക വഴി ഇത്തം ഭജിപ്പവനു ഭക്ത്യാ വിദേഹ ദൃഢ വിശ്വാസമൂടുമഥ ഭക്ത്യാ കടന്നു തവ തൃക്കാൽ പിടിപ്പതിനയറ്റുന്നതെന്നു ഹരി നാരായണായ നമഃ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഭജനം കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഭഗവാനെ പ്രാപിക്കുക എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. ശക്തിക്കു തക്ക വഴി ഇത്തം ഭജിപ്പവന്, അതായത് അവനവൻ്റെ കഴിവിനും ശക്തിക്കും യോഗ്യതയ്ക്കും സാഹചര്യങ്ങൾക്കും ഒക്കെ അനുസരിച്ച് ഈ മുൻപ് പറഞ്ഞ ഏതെങ്കിലും തരത്തിൽ ഭഗവാനെ ഭജിക്കുന്നവർക്ക് പലതരം പറഞ്ഞല്ലോ ഭഗവത് ഭജനം ഇല്ലേ. പരബ്രഹ്മധ്യാനം, ഓങ്കാരധ്യാനം, വിരാട് പുരുഷോപാസന, നാമജപയജ്ഞം, അങ്ങനെ പലതും പറഞ്ഞല്ലോ ഭഗവത് ഉപാസനയ്ക്കുള്ള ഉപായങ്ങളൊക്കെ. അപ്പോൾ അതിൽ എന്താ പറഞ്ഞാൽ വെച്ചാൽ ശക്തിക്കു തക്ക വഴി യുദ്ധം വെച്ചാൽ അവനവൻ്റെ ഇതുപോലത്തെ കഴിവിനും യോഗ്യതയ്ക്കും സാഹചര്യങ്ങൾക്കും ശക്തിക്കൊക്കെ അനുസരിച്ചിട്ട് ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിൽ ഭഗവാനെ ഉപാസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഭജിക്കുന്നവർക്ക്, അതായത് പരബ്രഹ്മമായിട്ട് ധ്യാനിച്ചിട്ടോ ഓങ്കാര ധ്യാനിച്ചിട്ടോ വിരാട് സ്വരൂപമായിട്ട് ധ്യാനിച്ചിട്ടോ നാമജപയജ്ഞം കൊണ്ട് ഭഗവാനെ യജ്ഞം ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും ഭക്ത്യാ വിദേഹ ദൃഢവിശ്വാസമോടും നല്ല ഭക്തിയോട് കൂടിയിട്ട് എങ്ങനെ പതുക്കെ ദ്വൈതഭാവമാണ്, ഞാനും ഭഗവാനും വേറെ എന്നുള്ള ഭാവത്തിലേ പറ്റുള്ളൂ ആദ്യം. പക്ഷേ ആ ഭക്തി നല്ലോണം വർദ്ധിച്ച് ഭക്തിയോട് കൂടിയിട്ട് ഞാൻ ഈ ദേഹമല്ല, ആത്മാവാണ്, അതെനിക്കിപ്പോൾ തോന്നുന്നില്ല വെച്ചാലും ശരിക്കും ഞാൻ ആത്മാവാണ്, ഞാൻ ഈ ദേഹമല്ല എന്ന് ഭക്തിയോട് കൂടിയിട്ടും ഉറച്ച വിശ്വാസത്തോടും അങ്ങനെയുള്ള ഭാവനയോട് കൂടിയിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഞാൻ ദേഹക്കാണെന്ന്, പക്ഷേ എൻ്റെ ആ തോന്നൽ അജ്ഞാനം കൊണ്ടാണ്, അത് ശരിയല്ല, ഞാൻ ശരിക്കും ആത്മാവാണെന്നുള്ള വിശ്വാസവും പിന്നെ ഭഗവാൻ എനിക്ക് ആ വിശ്വാസം അനുഭവമാക്കി തരുന്നുള്ള വിശ്വാസവും ഭഗവാനുള്ള വിശ്വാസവും ഭക്തിയും അങ്ങനെ ഭക്ത്യാ കടന്നു തവ തൃക്കാൽ പിടിപ്പതിന്, അങ്ങനെ നിന്തിരുവടിയുടെ ഭക്തി കൊണ്ട് നിന്തിരുവടിയുടെ വ്യക്തമായിട്ടുള്ള സ്വരൂപം കണ്ടെത്തി അതിൽ ശരണാഗതി അടയുന്നതിന് എന്നാണ് അനുഗ്രഹിക്കുക എന്നെന്ന്. എനിക്കങ്ങനെ ഞാനിത് ദേഹമല്ല ആത്മാവ് തന്നെയാണ് എന്ന് ബോധ്യം വന്ന് ആ സ്വരൂപം കണ്ടെത്തിയിട്ട് സത്യം കണ്ടെത്തിയിട്ട് അങ്ങയുടെ കാൽക്കൽ ശരണാഗതി അടയുന്നതിനുള്ള അനുഗ്രഹം എനിക്ക് എന്നാ ഉണ്ടാവുക, എന്നാണ് അനുഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഹരിനാരായണായ നമഃ. അപ്പോൾ എന്താ വെച്ചാൽ അവനവൻ്റെ ശക്തി അനുസരിച്ചിട്ട് ദേഹാഭിമാനം വിട്ട് ദൃഢമായിട്ടുള്ള ഭക്തി വിശ്വാസത്തോടു കൂടി ഈശ്വരനെ സേവിച്ചാൽ തീർച്ചയായിട്ടും കാലം കൊണ്ട് ഭഗവത് പാദാരവിന്ദ പ്രാപ്തി ഉണ്ടാകും എന്നാണ്. അത്തരം അനന്യഭക്തി ഉണ്ടാകുന്ന ഉറപ്പാണ്. അങ്ങനെ അതുപോലെ പാദാരവിന്ദ പ്രാപ്തിക്ക് ഉതകുന്ന തരത്തിലുള്ള അനന്യഭക്തി എനിക്ക് ലഭിക്കാനും ഭഗവത് പാദാരവിന്ദങ്ങളെ ദർശിച്ച് ഭജിക്കാനും ആ പാദങ്ങളിൽ സർവാത്മനാ ശരണാഗതി അടയാനും എന്നാണ് ഭഗവാൻ എന്നെ അനുഗ്രഹിക്കുക, എനിക്ക് അനുഗ്രഹം ഉണ്ടാവുക, വേഗം ഉണ്ടാവണേ. ഹരിനാരായണായ നമഃ എന്നാണ് ശരിക്കും പറയണത്. സേവിച്ചാൽ പാദാരവിന്ദ പ്രാപ്തി ഉണ്ടാവും. അങ്ങനെ പാദാരവിന്ദ പ്രാപ്തി ഉണ്ടാകുന്ന തരത്തിലുള്ള അനന്യഭക്തി എനിക്ക് ലഭിക്കണം. എന്നിട്ട് എനിക്ക് പാദാരവിന്ദങ്ങളെ ദർശിച്ച് ഭജിക്കാനും പാദങ്ങളിൽ സർവാത്മനാ ശരണാഗതി അടയാനും എന്നെ അനുഗ്രഹിക്കണത് എന്നാണ് ഞാനത് കാത്തിരിക്കുകയാണെന്ന്. അപ്പോൾ ഏത് ഉപാസന രീതി സ്വീകരിച്ചാലും വേണ്ടില്ല, മനസ്സിലായില്ലേ. അതായത് അവനവൻ്റെ കഴിവും യോഗ്യതയും പിന്നെ പാരമ്പര്യവും ഒക്കെ ഉണ്ടല്ലോ നമുക്ക്, അതനുസരിച്ച് ഏത് ഉപാസനാ രീതി സ്വീകരിച്ചാലും നമുക്ക് വേണ്ടില്ല. അപ്പം അതൊക്കെ ആ ദ്വൈതഭാവത്തിൽ നിന്നും നമ്മൾ പുരോഗമിച്ച്
ആ അദ്വൈതഭാവം വളർത്തണം, അതായത് ഐക്യഭാവന വളർത്തണം. അത് ആ അദ്വൈതഭാവം അല്ലെങ്കിൽ ഐക്യഭാവന ദൃഢമായാൽ ദേഹാഭിമാനം വിട്ടുമാറും. ദേഹാഭിമാനം പൂർണ്ണമായിട്ട് വിട്ടുമാറുന്നത് വരെ നമുക്ക് ഞാനും ഈശ്വരനും വേറെ തന്നെ ആ ദ്വൈതഭാവത്തിൽ തന്നെ നമ്മൾ നിൽക്കേണ്ടി വരും. പക്ഷെ ആ ദ്വൈതഭാവത്തിൽ നിന്നിട്ട് നമ്മൾ സുദൃഢമായിട്ടുള്ള ഭക്തിയോടെ ഉപാസിച്ചാൽ എന്തായി? ആ ദ്വൈതഭാവം മാറി ഐക്യഭാവം വരും. അദ്വൈതഭാവം എന്നിട്ട് പതുക്കെ മനസ്സ് പരിശുദ്ധവും, അതിൽ ജ്ഞാനം പ്രകാശിക്കും. അങ്ങനെയാണല്ലോ നമ്മൾ ഇതിന് മുമ്പേ കണ്ടത്. അപ്പം ഭക്തി വർദ്ധിക്കുമ്പോൾ ആത്മസമർപ്പണം തന്നെ സാധ്യവും, ഭഗവാൻ അനുഗ്രഹിക്കും. ഭക്തി വർദ്ധിക്കുന്തോറും ഭഗവാനെ നമുക്ക് കൂടുതൽ കൂടുതൽ അറിയാൻ കഴിയും. അതായത് ഭഗവാന്റെ മാഹാത്മ്യം കൂടുതൽ അറിയാൻ കഴിയും. എല്ലാം നമ്മൾ ഭഗവാന്റെ കയ്യിലത്തെ വെറും ഒരു ടൂളാണ്, ഒരു ഇൻസ്ട്രുമെൻ്റാണ്. പറഞ്ഞില്ലേ, യന്ത്രവുമാണ് എന്ന്. ഭഗവാന് ഭക്തി കൂടുന്തോറും നമുക്കത് ഭഗവാനെ കൂടുതൽ അടുത്തറിയാൻ കഴിയും എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ വെറും യന്ത്രം, ഭഗവാൻ യന്ത്രി എന്നുള്ള ബോധം തെളിയും. അവസാനം അങ്ങനെ ഭഗവാനെ അടുത്തറിയാൻ കഴിഞ്ഞാൽ അവസാനം ഭഗവാൻ തന്നെ ആയിത്തീരാൻ ഭഗവാൻ അനുഗ്രഹിക്കും. ഭഗവാൻ തന്നെ ആയിത്തീരാൻ, അതായത് ഭഗവാൻ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇവിടെ, ഞാൻ ആ ഭഗവാൻ തന്നെയാണ്, ഞാനും അതാണ് എന്നുള്ളതുണ്ടല്ലോ. അതായത് അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവം ഭഗവാൻ തന്നെ തന്ന് അനുഗ്രഹിക്കും. അത്ര മഹത്തരാണ് ഭക്തി. ദ്വൈതഭാവത്തിൽ തുടങ്ങിയ ഭക്തി പുരോഗമിച്ച് അദ്വൈതഭാവം തന്ന് നമ്മളെ ഭഗവാൻ തന്നെ ആയിത്തീരും. ഇപ്പം നാരായണീയത്തിലൊക്കെ അങ്ങനൊരു 90ാമത്തെ ചാപ്റ്റർ തന്നെ അതാണ് അല്ലേ, ഭക്തി മഹത്വം എന്ന് പറഞ്ഞിട്ട്. അതായത് ഭക്തി കൊണ്ട് സാധിക്കാത്ത ഒന്നുമില്ല. കപിലോപദേശത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലേ, ഭക്തി കൊണ്ട് സാധിക്കാത്തത് ഒന്നുമില്ല എന്നാണ്. എത്ര നാരായണീയത്തിലും പിന്നെ ഭാഗവതത്തിലും എല്ലാം ഭക്തി കൊണ്ട് സാധിക്കാത്ത ഒന്നുമില്ല എന്ന് പറയൂലോ. പിന്നെ പരമൊക്കെ നമ്മളൊക്കെ എത്ര നല്ല ശ്ലോകം, അതെനിക്ക് വലിയ ഇഷ്ടമാണ്. കപിലാവതാരത്തിൽ അത് 15ാമത്തെ അധ്യായമുണ്ട്. അതിൽ ഏറ്റവും അവസാനത്തെ ശ്ലോകേ പരമകിമു ബഹൂക്ത്യാ ത്വത്പദം ഭോജഭക്തിം സകല ഭയ വിനേത്രിം സർവകാമോപനേത്രിം. കപിലൻ പറയണം അമ്മോട്, എന്താ പരമകിമു ബഹൂക്ത്യാ ത്വത്പദം ഭോജഭക്തിം. ഭഗവാന്റെ ഇതിപ്പോൾ മേപ്പത്തൂർ പറയണതാട്ടോ. അതായത് അതുവരെ ഇത് മേപ്പത്തൂരിനെ പറയണതാണ്. അതാണല്ലോ അവസാനത്തെ ശ്ലോകം. പരമകിമു ഭൗക്തി, അങ്ങയുടെ പാദാരവിന്ദങ്ങളിലുള്ള ആ പരമഭക്തി കൊണ്ട് എന്താ ഉണ്ടാവണം? സകല ഭയവിനേത്രിയും, മേപ്പത്തൂരിൻ്റെ എല്ലാ ഭയവും, പിന്നെയോ സർവകാമോപനേത്രിയും, എല്ലാ ആഗ്രഹങ്ങളും ധാർമ്മികമായിട്ടുള്ള ആഗ്രഹങ്ങളും സാധിക്കും എന്ന് വേണ്ട. എല്ലാം ഭക്തിയിൽ ഉത്കട ഭക്തി ഉണ്ടായാൽ വേറെ ഒന്നും വേണ്ട എന്ന് പല ദിക്കിലും നാരായണീയത്തിൽ, ഒരു ദിക്കിലല്ല അനവധി ദിക്കിലത് പറയുന്നുണ്ട് അല്ലേ, എത്രയോ ദിക്കിൽ പറയണു. അപ്പോൾ അതന്നെയാണ് ഇപ്പോൾ ഇതിലും പറഞ്ഞത്. എന്താ പിന്നെ ഭക്തി വർദ്ധിക്കും തോറും ഭഗവാനെ നമ്മൾ കൂടുതൽ അറിയും, ഭഗവാന്റെ മഹത്വം അറിയും. ഭഗവാനല്ലാതെ ഇവിടെ ഒന്നുമില്ല എന്നുള്ള ആ ഭഗവത് സാന്നിധ്യം കൂടുതൽ അനുഭവപ്പെടും. അങ്ങനെ ഭഗവാൻ അഹം ബ്രഹ്മാസ്മി അല്ലെങ്കിൽ ഞാൻ ഭഗവാൻ തന്നെ ആയിത്തീരാൻ ഭഗവാൻ അനുഗ്രഹിക്കും. അത്ര മഹത്താണ് ഭക്തി. അത് വെച്ചിട്ടാണ് എന്താ പറയുക ഏകദേശം പറഞ്ഞത്, ഭക്തിയാ കടന്നു തവ തൃക്കാൽ പിടിപ്പതിനും എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഗീതയിലത്തെ ആ ശ്ലോകവും ബാലകൃഷ്ണൻ നായർ സാറ് കോട്ടിയിട്ടുണ്ട്. ഭക്തിയ മാം അഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വത തതോ മാം തത്വതോ ജ്ഞാതാവിശതോ തദനന്തരം. അതായത് ഭക്തി കൊണ്ട് എന്നെ അറിഞ്ഞാൽ എൻ്റെ സ്വസ്വരൂപം മനസ്സിലാക്കി എന്നിൽ പ്രവേശിച്ച് ഞാൻ തന്നെയായിത്തീരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഭഗവാൻ. ഏതിൽ? ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഒരു ശ്ലോകം കൂടി എന്തായാലും ചെയ്യാൻ പറ്റും. നമുക്ക് 60 കൂടിയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ 59 വായിച്ച് 60ലേക്ക് പോവാം. പിന്നെ ഇതിലിത്ര തന്നെ പറയാനുള്ളൂ. അതായത് പിന്നെ ഏത് തരത്തിലുള്ള ഉപാസനയിലും വേണ്ടില്ല, ആ ആത്മാർത്ഥ ഭക്തിയാണ് അതിൽ പ്രധാനം.
അപ്പം പതുക്കെ 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 അദ്വൈതഭാവത്തിൽ നിന്ന് അദ്വൈതഭാവത്തിൽ വരും. പിന്നെ അങ്ങനെ ഭക്തി കൊണ്ട് ഞാൻ അങ്ങയുടെ അടുത്ത് എത്തുമെന്ന് പറയണം. അങ്ങനെ എനിക്ക് പാദാരവിന്ദത്തിൽ പിന്നെ എന്താണ് എന്താ പറയുക ശരണാഗതി അടയാൻ എന്നെ അനുഗ്രഹിക്കണേ അല്ലേ. അപ്പം 59 വായിക്കാം. ശക്തിക്കു തക്ക വഴി ഇത്തം ഭജിപ്പവനു ഭക്ത്യാ വിദേഹ ദൃഢവിശ്വാസമോടുമത. അതായത് ഞാൻ ദേഹമല്ല എന്നുള്ള ദേഹാഭിമാനം ഇല്ലാണ്ടാവുക എന്നർത്ഥം. ദേഹമാണെന്നുള്ള വിശ്വാസം. ഭക്ത്യാ കടന്നു തവ തൃക്കാൽ പിടിപ്പതിനയക്കുന്നതെന്നു ഹരിനാരായണായ നമ. അതിനുള്ള അനുഗ്രഹം എനിക്ക് എന്നാണ്ടാവണമെന്ന്. ഇനി 60. ഷഡ്വൈരികൾക്കു വിളയാട്ടത്തിനക്കരുതു ചിത്താംബുജം മമ തവാസ്ഥാനരംഗമിതു തത്രാപി നിത്യവുമൊരിക്കലിരുന്നരുൾക വിശ്വൈകവന്ദ്യ ഹരിനാരായണായ നമ. നല്ലൊരു ശ്ലോകമാണ് ഇതും കേട്ടോ. എന്താണ് ചിത്താംബുജം വെച്ചാൽ നമ്മുടെ ഹൃദയമാകുന്ന താമര. താമര അല്ല, ഹൃദയത്തിനെ ഒരു താമരയായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ എന്താണ്, എന്തിന് മമ ചിത്താംബുജം എൻ്റെ ഹൃദയമാകുന്ന താമര ഷഡ്വൈരികൾക്ക്. ഏതൊക്കെയാണ് ഷഡ്വൈരികൾ? നമ്മൾ കുറേ പ്രാവശ്യം വന്നുല്ലോ. ആക്ച്വലി രാഗവും ദ്വേഷവും പിന്നെ ഷഡ്വൈരികൾ, അങ്ങനെ അഷ്ടവൈരികൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞുല്ലോ. അപ്പോൾ ഷഡ്വൈരികൾ എന്താണ്? കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം. ഇതിനെയാണ് മനസ്സിൻ്റെ ശത്രുക്കളായിട്ട് പറയുക. അപ്പോൾ കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദികൾക്ക് എന്ത് വിളയാട്ടത്തിനാക്കരുത്. ഭഗവാനെ ദയവ് ചെയ്ത് എൻ്റെ ഹൃദയമാകുന്ന താമരയിൽ ഈ ഷഡ്വൈരികളുടെ കാമക്രോധ ലോഭമോഹ മത മാത്സര്യങ്ങളുടെ ആവാസസ്ഥാനം ആക്കരുതേ. അവർക്ക് ഈ ഷഡ്വൈരികൾക്ക് വിളയാടാനുള്ള സ്ഥലമാക്കി തീർക്കരുതേ എൻ്റെ ഹൃദയാംബുജം. ഈ ഹൃദയമാകുന്ന എൻ്റെ ഈ താമര തവ ആസ്ഥാനരംഗം, അങ്ങയ്ക്ക് താമസിക്കാനുള്ളതാണ്. അല്ലാണ്ട് എൻ്റെ മനസ്സിൻ്റെ ശത്രുക്കൾക്ക് താമസിക്കാനുള്ളതല്ല, അങ്ങയ്ക്ക് താമസിക്കാനുള്ളതാണ്. അങ്ങയുടെ വാസസ്ഥാനമാണ്. തത്രാപി അവിടെയും നിത്യവും എല്ലാ ദിവസവും ഒരിക്കലെങ്കിലും ഇരുന്നരുളുക. ഒന്നിരുന്നരുളണേ, ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും. എന്നാൽ എനിക്ക് കാണുകയും ചെയ്യാം. ഈ ഷഡ്വൈരികൾ വരൂല്ല. ഭഗവാൻ ഇല്ലാണ്ടിരുന്നാലാണ് അവർ വരിക. അപ്പോൾ എന്നാൽ എനിക്ക് കാണാമല്ലോ എന്നാണ് പറയണത്. വിശ്വൈകവന്ദ്യ, ഈ ലോകത്തിന് മുഴുവൻ പൂജനീയായ ഭഗവാനെ, അതിനെ എന്നെ അനുഗ്രഹിക്കണേ ഹരിനാരായണായ നമ. അപ്പോൾ ഇതിലെന്താ പറയണ വെച്ചാൽ അഖണ്ഡബോധസ്വരൂപനായിട്ടുള്ള ഭഗവാൻ എല്ലാവരുടെയും ചിത്തത്തിലാണ് പ്രകാശിക്കുക. നമ്മൾ കണ്ടുല്ലോ ഇല്ലേ, കുറേ ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞുല്ലോ. നല്ല ശുദ്ധമായ മനസ്സിലാണ് ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഭഗവാൻ പ്രകാശിക്കുക. ആ അഖണ്ഡബോധസ്വരൂപനായിട്ടുള്ള അല്ലെങ്കിൽ അഖണ്ഡബോധസ്വരൂപം, പിന്നെ എന്താണ് സ്വയം പ്രകാശസ്വരൂപമായിട്ടുള്ള ആ സ്വരൂപം നല്ല ശുദ്ധചിത്തത്തിലാണ് പ്രകാശിക്കുക എന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞുല്ലോ. അങ്ങനെയുള്ള ചിത്തത്തിൽ ഷഡ്വൈരികൾ വന്ന് ഈശ്വര തമ്പടിക്കരുതേ എന്നാണ് പറയണത്. ഷഡ്വൈരികൾ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഭഗവാൻ എവിടെയും പോകണമെന്നില്ല. ഭഗവാൻ എപ്പോഴും നമ്മൾ അന്തര്യാമിയായിട്ടുണ്ട്. പക്ഷേ ഷഡ്വൈരികൾ ഉണ്ടെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടാൻ അവർ തീരെ സമ്മതിക്കില്ല. അവർ ലഹളയിൽ, ഈ ഷഡ്വൈരികളുടെ ലഹളയിൽ ഭഗവത് സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടാൻ അവർ തീരെ സമ്മതിക്കില്ല. അതായത് ജ്ഞാനത്തിൻ്റെ ശത്രുക്കളാണ് അവരെ. ഈശ്വര സ്മരണ കൊണ്ട് വേണം നമുക്ക് അവരെ ആട്ടി ഓടിച്ച് ചിത്തം ശുദ്ധാക്കാൻ. അതേ ഉള്ളൂ വഴി. എന്നാൽ പതുക്കെ പതുക്കെ ഭഗവത് സാന്നിധ്യം അനുഭവപ്പെടാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയായാൽ ഭഗവാൻ ചിത്തത്തിൽ ഇരുന്ന് അരുളുന്നത് നമുക്ക് അനുഭവിക്കാമല്ലോ. അതുകൊണ്ടാണ് എനിക്കവിടെ വന്നിരിക്കണേ പറയണം. അതുകൊണ്ട് ഭഗവാനോട് പറയണം, ഭഗവാനെ ദിവസത്തിൽ ഒരിക്കലെങ്കിലും പ്രത്യക്ഷമായിട്ട് എൻ്റെ ഉള്ളിൽ ഇരുന്ന് അരുളണേ, എന്നാൽ ഇവരുടെ ശല്യം കുറയും എന്ന് പറയണ എഴുത്തച്ഛൻ. അതുപോലെ തന്നെ 8ാം ശ്ലോകത്തിലും പറഞ്ഞിട്ടുണ്ടല്ലോ എഴുത്തച്ഛൻ, ചിത്തത്തിൽ കളിപ്പന്തലിട്ട് വിളയാടിയിടുവാൻ അരുൾക്കാന്ന്. എൻ്റെ ചിത്തത്തിൽ കളിച്ചോളൂ, എത്ര മണിയും കളിക്കാം എന്ന് പറയുന്നുണ്ട് ഭഗവാനോട്, ഇല്ലേ?
അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ ശരിക്കും തന്നെ എങ്ങനെയാണ് പിന്നെ എന്താണ് എഴുത്തച്ഛൻ ഇതാവണത്, അതായത് ഇപ്പോൾ ഒരു രാജധാനി ഉണ്ടെന്ന് ചോദിച്ചോളൂ, അവിടെ രാജാവ് ഒരിക്കലും ഇല്ല ചോട്ടെ, ആ രാജധാനിയിൽ അരാജകത്വം അനുഭവപ്പെടും ഇല്ലേ? രാജാവിൻ്റെ സാന്നിധ്യം അവിടെ ഇല്ലാച്ചാൽ ആരും വേണ്ട പോലെ ഒരു അവനവൻ്റെ ഡ്യൂട്ടിയും ചെയ്യില്ല. അപ്പം എല്ലാം അലങ്കോലപ്പെടൂലോ അവിടെ അല്ലേ? രാജാവില്ലാത്ത രാജധാനി, രാജാവില്ലാത്ത രാജ്യം തന്നെ അങ്ങനെയാണെന്ന് പറയൂലോ, അലങ്കോലമാവൂലോ. ആരാ ശ്രദ്ധിക്കാൻ? അതേപോലെ ഹൃദയത്തിൽ ഭഗവാന്റെ സാന്നിധ്യം അനുഭവിപ്പിക്കേണ്ട ആളാണ് ഭഗവാൻ. ആ സാന്നിധ്യം മറ്റുള്ള ബഹളങ്ങളെ കൊണ്ട്, ആരുടെ ഈ ഷഡ്വൈരികളുടെ കലപല കൂട്ടൽ കൊണ്ട് അറിയാണ്ട് പോണത് കഷ്ടല്ലേ? അതുകൊണ്ടാണ് ഭഗവാനോട് പറയണം, അവിടെ ദിവസത്തിലൊരിക്കലെങ്കിലും അവരെ നിശബ്ദരാക്കി ആട്ടി ഓടിക്കണേ അവിടെ വന്നിരുന്നിട്ടെന്ന് പറയാണ്. അതായത് അവരുടെ ആവാസസ്ഥാനമാവാൻ അനുവദിക്കരുതേ എൻ്റെ ഹൃദയാംബുജത്തിനെ എന്ന് പറയാണ്. അതായത് എന്തറിയോ, ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഗീതയിൽ അത് പറയുന്നുണ്ടല്ലോ നന്നായിട്ട്. അതായത് നമുക്ക് ആഗ്രഹങ്ങളുണ്ടാവും, കാമം, അതിപ്പോൾ ധാർമ്മികമായിട്ടുള്ളതാണെങ്കിലും ധാർമ്മിക അല്ലെങ്കിലും ആഗ്രഹങ്ങളുണ്ടാവുമ്പോൾ അത് സാധിക്കാൻ ആരാണ് വിഘ്നമായി നിൽക്കണ? അവരോട് ക്രോധം, കാമം ഉണ്ടാവും ആദ്യം, പിന്നെ അത് സാധിക്കാതെ വന്നാൽ അതിന് വിഘ്നമായി നിൽക്കുന്നവരുടെ ക്രോധം അല്ലേ? പിന്നെ അത് സാധിച്ചാലും ലോഭം, എത്ര കിട്ടിയാലും ഗ്രീഡ് ആ ഗ്രീഡും പിന്നെ കിട്ടിക്കഴിഞ്ഞാലും അഞ്ഞ് ഗ്രീഡിയാണ്, അത് കുറേ കിട്ടിയെന്ന് വെച്ചോളൂ, അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ലഹള. പിന്നെ അത് ഞാനിതിൻ്റെ ഒക്കെ ഉടമയാണ് എന്ന് പറഞ്ഞിട്ടുള്ള മതം. പിന്നെ എന്നെക്കാളും മീത ആരും പാടില്ല, എല്ലാവരോടും മത്സരം. അപ്പോൾ ഇതൊക്കെ ഒന്നിന്ന് വേറൊന്നിലേക്ക് ഇതെല്ലാം ഒന്നുണ്ടായാൽ 6 വൈരികളും നമ്മുടെ മനസ്സ് നിറയും. അപ്പം അവരുടെ ഈ ബഹളത്തിൽ ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് ഒട്ടും തന്നെ അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ പ്രത്യേകം പറയണത്, ഷഡ്വൈരികളുടെ ആസ്ഥാനമാക്കി തീർക്കരുതേ, ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അവിടെ വന്നിരുന്ന് അവരെയൊക്കെ ആട്ടി ഓടിക്കണേ. അപ്പോൾ അത്ര ധൈര്യം ഉണ്ടാവില്ല അവർക്ക് വരാനേ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മളെ എല്ലാ ദിവസവും രാവിലെ ഭഗവാനെയും കൂടെ നല്ലോണം പ്രാർത്ഥിച്ച് ഭഗവാനെ മനസ്സിലങ്ങോട്ട് പ്രതിഷ്ഠിച്ചാൽ പിന്നെ അത്ര വേഗം കടന്നു വരില്ല ഷഡ്വൈരികൾ. അഥവാ വന്നാലും അത്ര നേരം നിൽക്കില്ല. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഭഗവാനെ പിന്നെ സ്മരിച്ച് ഹൃദയത്തിൽ ഇരുത്തൂലോ, അപ്പം അത്ര നേരം ഇരിക്കുള്ളൂ, അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ? അപ്പം അത് വളരെ നല്ലൊരു ഇതാണ്. അതായത് ഷഡ്വൈരികൾ വരാൻ ഇടവരുത്താതെ എൻ്റെ ഹൃദയ അംബുജത്തിനെ കാത്ത് രക്ഷിക്കണേ ഭഗവാൻ. നമുക്കൊക്കെ ഉള്ള പ്രാർത്ഥന തന്നെയാണല്ലോ അല്ലേ? മനുഷ്യനല്ലേ, നമ്മൾ തന്നെ അറിയാതെ അസൂയയും ദേഷ്യവും അഹങ്കാരവും ഒക്കെ ഉണ്ടാവാലോ. അപ്പോൾ ഭഗവാനോട് പറയണം അതിനെ വരാൻ സമ്മതിക്കരുത്, അവിടെ ഇരിക്കണേ. അപ്പം നമ്മളെ പ്രാർത്ഥിപ്പിക്കാൻ തോന്നിക്കണേ. ആത്മാർത്ഥമായിട്ടുള്ള ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അവിടെ ഇരിക്കും. അപ്പോൾ അവർക്ക് വരാൻ പറ്റില്ല. അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ അതിനെ പലതരത്തിൽ ഇതിന് നമുക്ക് പ്രാർത്ഥനയായിട്ട് എടുക്കാം. എന്തായാലും എഴുത്തച്ഛൻ നമുക്ക് വേണ്ടി എഴുതിയ പ്രാർത്ഥനയും കൂടിയാണ്, എഴുത്തച്ഛന് വേണ്ടിയിട്ടല്ല, കാരണം അദ്ദേഹം ജ്ഞാനിയാണല്ലോ. അപ്പോൾ വളരെ നല്ലൊരു ശ്ലോകമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ ചിത്താംബുജം ആ ഭഗവാനുള്ള ഇരിപ്പിടാണ്, ഇതിനൊന്നുള്ള ഇരിപ്പിടമല്ല. അപ്പോൾ ആ ഭഗവാൻ തന്നെ നമുക്ക് അവരുടെ പ്രതിഷ്ഠിച്ച് എപ്പോഴും മനസ്സ് ശുദ്ധമാക്കി വയ്ക്കാൻ സാധിക്കണേ. അങ്ങനെ വളരെ ശുദ്ധമായ മനസ്സിൽ കുറേ കാലം കൊണ്ട് ഭഗവത് കൃപയ്ക്ക് സമയമാവുമ്പോൾ ജ്ഞാനം പ്രകാശിക്കും. അതുകൊണ്ട് നമുക്ക് അപ്പം അതിനു വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ ഈ 60ാമത്തെ ശ്ലോകം വായിച്ച് ഈ സെഷൻ നിർത്താം. ഷഡ്വൈരികൾക്കു വിളയാട്ടത്തിനാക്കരുതു ചിത്താംബുജം മമ തവാസ്ഥാനരംഗമിതു. ഭഗവാന്റെ ആവാസസ്ഥാനാണ്. തത്ര ഭഗവാൻ അവിടെ ഉണ്ട്, ഒരിക്കലും പോവില്ലല്ലോ. ഭഗവാൻ എല്ലാവരെയും അന്തര്യാമിയാണ്. ഭഗവാൻ പോയാൽ ശരീരം വീണുല്ലോ. പക്ഷെ നമുക്ക് ആ സാന്നിധ്യം അനുഭവപ്പെട്ടില്ലെങ്കിൽ ഭഗവാൻ ഇല്ലാത്ത ഫലമാണല്ലോ അല്ലേ? മായയിൽ നമ്മൾ കടന്നു കളിക്കുമ്പോൾ കംപ്ലീറ്റ്ലി ആവരണം ചെയ്തു തിക്ക് കർട്ടൻ കൊണ്ട് ഭഗവാനെ മറക്കുകയാണ്. അപ്പം ആ തിക്നെസ് കാരണം നമ്മുടെ ഉള്ളിൽ ഭയങ്കര ഇരുട്ടാണ്. അതാണ് പറയണത്. അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് സാന്നിധ്യം അനുഭവപ്പെട്ടില്ലെങ്കിൽ കാര്യമില്ല.
അതാണ് പറയണത്, ചിത്താംബുജം മമ തവ ആസ്ഥാനരംഗമിതു തത്രാപി നിത്യവും ഒരിക്കാലിരുന്നരുൾക വിശ്വൈകവന്ദ്യ ഹരിനാരായണായ നമ. അപ്പം ഇൻഡയറക്റ്റായിട്ട് ദിവസത്തിൽ ഒരിക്കലെങ്കിലും അനന്യ ഭക്തിയോടുകൂടി ഭഗവാനെ നമ്മുടെ ചിത്താംബുജത്തിൽ കുടിയിരുത്തണം. അപ്പോൾ ബാക്കിയുള്ള ഷഡ്വൈരികൾക്ക് വരാൻ വളരെ വിഷമാവും എന്നും കൂടി വേണമെങ്കിൽ നമുക്കത് പറയാം. നിർത്താൻ ഇവിടെ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.